ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരം. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി പ്രധാനമന്ത്രി ഇന്ന് അബുജയിൽ കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജ്ജിതം. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ഉൾപ്പെടെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഇന്ത്യയുടെ ആദ്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് DRDO. പരീക്ഷണ വിജയം ചരിത്ര നേട്ടമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 ചൊവ്വാഴ്ച അമേരിക്കയിൽ നിന്ന് വിക്ഷേപിക്കും. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരം സമ്മാനിക്കും. ഈ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. എലിസബത്ത് രാജ്ഞിയായിരുന്നു ആദ്യത്തെയാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 17ാമത് അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അബുജയിൽ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം വിലയിരുത്തുന്ന നേതാക്കൾ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന. തുടർന്ന് 2 ദിവസത്തെ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നാളെ ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോയിലേക്ക് തിരിക്കും. ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 19 മുതൽ 21 വരെ ശ്രീ മോദി ഗയാനയും സന്ദർശിക്കും. G20 അധ്യക്ഷത വഹിച്ച രാജ്യമെന്ന നിലയിലും ഗ്ലോബൽ സൌത്തിന്റെ നേതാവ് എന്ന നിലയിലും ബ്രസീലിൽ നാളെ ആരംഭിക്കുന്ന G20 ഉച്ചകോടിയിൽ ഇന്ത്യയ്ക്ക് സജീവ പങ്കാളിത്തമാണുള്ളതെന്ന് ബ്രസീലിലെ ഇന്ത്യൻ അംബാസഡർ സുരേഷ് കെ റെഡ്ഡി. ഇന്ത്യ ബ്രസീൽ ബന്ധം ഊർജ്ജസ്വലമാണെന്നും ജൈവ ഇന്ധനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും സമാന താൽപര്യങ്ങളും സഹകരണ സാധ്യതകളുമുണ്ടെന്നും ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. Today, India and Brazil, we share a very dynamic relationship. We share a very forward-looking and I would even say futuristic relationship. It's really a very, very vast relationship, reflecting the size of the economies of both countries. We are actively engaged, for example, in biofuels, in ethanol. We have jointly established a global biofuel alliance. Naturally, Brazil is a natural partner for us in terms of sharing their technology about ethanol and sharing the technology about flex fuel and also in terms of the policy framework. നൈജീരിയയിലെ മറാത്തി സമൂഹം അവരുടെ സംസ്കാരവും പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതിൽ അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറാത്തിക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിൽ നൈജീരിയയിലെ മറാത്തി സമൂഹം സന്തോഷം പ്രകടിപ്പിച്ചതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജ്ജിതം. ഝാർഖണ്ഡിൽ BJP അധ്യക്ഷൻ JP നദ്ദ ഇന്ന് വിവിധ റാലികളെ അഭിസംബോധന ചെയ്യും. ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറേൻ തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കും. കോൺഗ്രസ് RJD നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും 2ാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിലും പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. തിരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതികളിൽ BJPക്കും കോൺഗ്രസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ താരപ്രചാരകർ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കകം ഇരു പാർട്ടികളും ഔദ്യോഗികമായി വിശദീകരണം നൽകണം. കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടും പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ആവേശം കൂട്ടാൻ മുന്നണികളിലെ മുൻനിര നേതാക്കളാണ് രംഗത്തുള്ളത്. LDF സ്ഥാനാർത്ഥി P. സരിന്റെ പ്രചാരണാർത്ഥം കണ്ണാടിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് യോഗത്തിൽ CPIM നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സംസാരിച്ചു. UDF നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനായി വൈകുന്നേരം കിനാശ്ശേരിയിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രചാരണ പരിപാടികളിൽ ഇന്ന് BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ ജോർജ് കുര്യൻ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നാളെ ആലപ്പുഴയിൽ സമാപിക്കും. പോയിന്റ് നിലയിൽ മലപ്പുറം ജില്ലയാണ് ഒന്നാമത്. ഇന്ത്യയുടെ ആദ്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് DRDO. ഒഡീഷ തീരത്തിന് സമീപമുള്ള APJ അബ്ദുൽ കലാം ദ്വീപിൽ ഇന്നലെ രാത്രിയായിരുന്നു പരീക്ഷണം. 1500-ലേറെ കിലോമീറ്റർ ആയുധങ്ങൾ വഹിച്ച് പറക്കാൻ ശേഷിയുള്ളതാണ് മിസൈൽ.
പരീക്ഷണ വിജയം ചരിത്ര നേട്ടമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഇത്തരം അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ഇന്ത്യയെ നേട്ടം ഉയർത്തിയതായും രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. മണിപ്പൂരിൽ ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൌബൽ, കച്ചിങ്, ബിഷ്ണുപൂർ എന്നിവയുൾപ്പെടെ 5 ജില്ലകളിൽ അനിശ്ചിതകാലത്തേക്ക് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തി. 7 ജില്ലകളിലെ ഇന്റർനെറ്റ് സേവനങ്ങളും 2 ദിവസത്തേക്ക് നിർത്തിവച്ചു. അതേസമയം മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സുരക്ഷാസേനയുമായി സഹകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കാര്യക്ഷമമായ അന്വേഷണത്തിനായി സുപ്രധാന കേസുകൾ NIAയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 ചൊവ്വാഴ്ച യുഎസിലെ കേപ്പ് കാനാവറലിൽ നിന്ന് വിക്ഷേപിക്കും. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ആണ് വിക്ഷേപണം നടത്തുന്നതെന്ന് ISRO മേധാവി S. സോംനാഥ് അറിയിച്ചു. ഉപഗ്രഹം 14 വർഷത്തേക്ക് പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സുപ്രധാന സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻഗണന നൽകിയുള്ള കേന്ദ്ര നയങ്ങൾ ആവിഷ്കരിച്ചതിന്റെ ഫലമായാണ് ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 81-ൽ നിന്ന് 40 ആയി ഉയർന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ആത്മനിർഭർ ഭാരത്, വികസിത് ഭാരത് 2047 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആരോഗ്യരംഗത്തെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനഗറിൽ 2 ദിവസത്തെ CSIR ഹെൽത്ത് കെയർ തീം കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. It was Prime Minister Modi who, for the first time from the ramparts of Red Fort in his Independence Day address, said Startup India, Startup India. At that time, we were just about 350 startups. बहुत सारे लोगों को समझ ही नहीं आया ये मतलब क्या है इस बात का. आज we are number 3 in the world. We are more than 1.6 lakh or so, and as many unicorns also. इसी तरह biotechnology is the other upcoming sector. Next time we'll have a joint with all these specialties. We were only 50 startups in 2040, 50. इतना बड़ा मुल्क हिंदुस्तान का. Today we are nearly 9,000. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ടൂർണമെന്റിലെ കഴിഞ്ഞ 4 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യയ്ക്ക് നിലവിൽ 12 പോയിന്റുണ്ട്. ഡൽഹിയിൽ വായുമലിനീകരണം ഗുരുതരമായി തുടരുന്നു. വായു ഗുണനിലവാര സൂചിക ഇന്ന് 428 രേഖപ്പെടുത്തി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ വായു ഗുണനിലവാര സൂചിക 400 കടന്നിട്ടുണ്ട്. അടുത്ത 2 ദിവസം ഡൽഹിയിൽ പുകമഞ്ഞ് രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ധന വ്യവസായ രംഗത്തെ പ്രമുഖൻ ക്രിസ് റൈറ്റിനെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഊർജ്ജ വകുപ്പിന്റെ തലവനായി നിയമിച്ചു. സാംസ്കാരിക പൈതൃകങ്ങൾ അതാത് രാജ്യങ്ങൾക്ക് തിരികെ നൽകുന്നതിന്റെ ഭാഗമായി $10 ദശലക്ഷം വിലമതിക്കുന്ന 1400-ലധികം പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് അമേരിക്ക. ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഔപചാരികമായ കൈമാറ്റ ചടങ്ങ് നടന്നു. 2016 മുതൽ സാംസ്കാരിക മൂല്യമുള്ള 578 വസ്തുക്കൾ US ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. യുക്രൈനിയൻ റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത്. താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ലെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സിസേറിയയിലെ വീടിന് സമീപം ആക്രമണ സമയത്ത് അദ്ദേഹവും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് അപലപിച്ചു. അതിനിടെ ലെബനനിലെ തന്ത്രപ്രധാനമായ ഒരു ഗ്രാമം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഗ്രാമത്തിലെ നിരവധി വീടുകൾ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം തകർത്തതായി ലെബനൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത ഗുണഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും ദേശീയ ദിവ്യാംഗജൻ ധനകാര്യ വികസന കോർപ്പറേഷൻ മേള സംഘടിപ്പിക്കുന്നു. ഡൽഹിയിലെ കർത്തവ്യപഥിൽ അടുത്ത മാസം 12 മുതൽ 22 വരെയാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരം. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി പ്രധാനമന്ത്രി ഇന്ന് അബുജയിൽ കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജ്ജിതം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ഉൾപ്പെടെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഇന്ത്യയുടെ ആദ്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് DRDO. പരീക്ഷണ വിജയം ചരിത്ര നേട്ടമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 ചൊവ്വാഴ്ച അമേരിക്കയിൽ നിന്ന് വിക്ഷേപിക്കും. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.